ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ പോകുന്നത് നമ്മളെ വീട്ടിൻ്റെ ബാക്കിൽ കോയക്കേര വള്ളിയുണ്ട്. അപ്പോൾ അതിൽ കോയക്ക ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നു കേട്ടോ. ഇതാ നമ്മളെ കവുങ്ങ് അത് പടർന്നിട്ടുള്ളത് ബെറിൻ്റെ മീത്തലെല്ലാം കൂടിയിട്ട് പടർന്നിട്ടുള്ളത് കണ്ടോ. അതായത് നമ്മളെ പേരക്കര മരം കണ്ട ഇതെല്ലാം തായലെല്ലാം കൂടിയിട്ടെല്ലാം പടർന്നിട്ടുണ്ട്. നമ്മൾ പന്തലൊന്നും ആക്കിയിട്ടാണ് കണ്ട. അവിടെ കരിയാമ്പലേരെ മീത്തയുണ്ട് കേട്ടോ, കുറച്ച് പടർന്നിട്ട് കണ്ട. നമുക്ക് ഇത്ര കേട്ടോ കോയക്ക കിട്ടിയത്. ഞാൻ പിന്നെ അതിൽ കോയക്ക ഉണ്ടോയെന്ന് അറിയില്ല, അതുകൊണ്ട് പിന്നെ പാത്രം കൊണ്ടുപോയിട്ടാണ്, അതുകൊണ്ട് പാളയിലിട്ടിട്ട് കൊണ്ടുവന്നത്. ഇത് നമ്മളെ വീടിൻ്റെ അടുക്കള. ഇത് പിന്നെ ചെറിയ അടുക്കള സെപ്പറേറ്റ് ആക്കിയിട്ട് കെട്ടിയിട്ടില്ല കേട്ടോ. ഇവിടെ നമ്മൾ ചോറും കറിയെല്ലാം വെക്കുന്നത്. ഇപ്പം നേരത്തെ കണ്ടിട്ട് ആ അടുക്കളയിൽ ചോറൊന്നും വെക്കലൊന്നുമില്ല. ഇതാ പിന്നെ ഞാൻ വന്നിട്ട് ചോറ് ബന്ധോ നോക്കുന്നുണ്ട്. അപ്പോൾ കയ്യിലൊട്ടും വെള്ളം ഉണ്ടായിട്ടാണ്. അത് ഞാൻ പിന്നെ കുറച്ച് വെള്ളം കൂട്ടി പിന്നെ നല്ല വായിൽ ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. എന്താ വെച്ചാൽ ചട്ടിയുടെ അടുക്കെല്ലാം പിടിച്ചെങ്കിൽ അമ്മ വയ്യത്തു ഇളക്കാനിട്ട് ഞാൻ ഇളക്കിയിട്ടെല്ലാം കൊടുത്ത് തീയെല്ലാം കത്തിച്ചിട്ട്. ഇത് നമ്മളെ മൂത്തമ്മ തന്ന കേട്ടോ, ഒരു ഉണ്ണിത്തമ്മ തന്ന മാങ്ങ. പിന്നെ ഞാൻ കോയക്ക മുറിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി കേട്ടോ. ഞാൻ നീളത്തിൽ മുറിക്കൽ കോയക്ക, എല്ലാവരും പിന്നെ റൗണ്ടിൽ അങ്ങനെല്ലാം ചിലവർ കുറേ മോഡലിലെല്ലാം മുറിക്കുന്നുണ്ട്. ഞാൻ നീളത്തിൽ മുറിച്ചത്. പിന്നെ അതിനൊരു നീരുള്ളി മുറിച്ചിട്ട് ഇടുന്നുണ്ട്. പിന്നെ ഒരു പച്ചമുളക് എടുത്തിട്ട് എന്താ വെച്ചാൽ ഞാനത് നീളത്തിൽ മുറിച്ചുകൊണ്ട് പച്ചമുളക് ഒന്നേ ഇട്ടിട്ട് എന്താ വെച്ചാൽ ഇല്ല, ലാസ്റ്റ് പച്ചമുളക് തന്നെ ആയിരിക്കും കിട്ടുന്നത് കറിക്ക്. പിന്നെ മനസ്സിലായില്ലല്ലോ കോയക്ക ഇതെന്ന് പച്ചമുളക് ഇതെന്ന് മനസ്സിലായില്ലല്ലോ. അത് പിന്നെ ചീഞ്ചട്ടി വെക്കുന്നുണ്ട്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിയതിന് ശേഷം നീരുള്ളി ഇടുന്നുണ്ട്. പിന്നെ ഒരു പച്ചമുളക് മാത്രമേ ഇട്ടിട്ടു. പിന്നെ നമുക്കങ്ങനെ കൂടുതൽ എരിവൊന്നും വേണ്ട. എന്താ വെച്ചാൽ മുളക് പൊടി ഇടുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ പച്ചമുളക് ഒന്നേ ഇട്ടിട്ടു കേട്ടോ. എന്നിട്ട് പിന്നെ കോയക്കിട്ടിട്ട് അതിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പൊത്തിയിട്ട് വെക്കുന്നുണ്ട്. അതിൻ്റെ തീ കുറച്ച് കിട്ടും. എന്താ വെച്ചാൽ തീ കൂട്ടെങ്കിൽ കരിയത്. എന്താ വെച്ചാൽ അതിൽ വെള്ളം കൂട്ടിയിട്ടല്ലോ. എന്നിട്ട് ആത്തുനിന്ന് 5 മിനിറ്റ് കഴിഞ്ഞിട്ടാകുമ്പോൾ ഒന്നും കൂടി ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആത്തുനിന്ന് വെച്ച് കിട്ടോ. എന്നിട്ട് കുറച്ച് അതിലത്തേക്ക് വെള്ളം കൂട്ടി കൊടുക്കുന്നു. എന്താ വെച്ചാൽ ഞാൻ മുറിച്ച കഷ്ണം കുറച്ച് വലുതായിപ്പോയി, അപ്പോൾ എന്തായാലും വേവില്ല. അതുകൊണ്ട് ഞാൻ ഒന്നും കൂടി വെള്ളം കൂട്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ തീ കുറച്ചിട്ട് പിന്നെ കണ്ട ഈ കുതിരാണക്കത്തെ ചിരാപ്പെല്ലാം കേട്ടോ ഞാൻ തേങ്ങ ചേരുന്നത്. പിന്നെ എന്നിട്ട് ഞാൻ പാത്രത്തിൽ തന്നെ കേട്ടോ വെളുത്തുള്ളിയെല്ലാം കുനിക്കുന്നത്. എന്താ വെച്ചാൽ ആ കുട്ടിക്കല്ല് പൊന്തിക്കണമെങ്കിൽ നല്ലോണം തിന്നേണ്ടി വരും, എന്നാലേ ആ കുട്ടിക്കല്ലെല്ലാം പൊന്തിക്കാൻ കഴിയും. അതുകൊണ്ട് ഞാൻ പാത്രത്തിലേക്ക് തന്നെ കുനിക്കുന്നുണ്ട്. അതിൽ തേങ്ങ പിന്നെ കരിയാമ്പലെല്ലാം ഇട്ടിട്ട് വെളുത്തുള്ളിയെല്ലാം ഇട്ടിട്ട് നല്ല പാങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആദ്യത്തിനെ പൊത്തി വെക്കുന്നുണ്ട് കേട്ടോ. ഒരു 5 മിനിറ്റ് വേവിട്ട് പറഞ്ഞിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ടായിട്ട് ആദ്യത്തിനെ ഇളക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കോയക്ക കറി റെഡിയായി. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം.